ചെയ്യാത്ത ശാസ്ത്രത്തിന് നമുക്ക് അറിയാൻ പറ്റും. അങ്ങനെ ആളുണ്ടായിരുന്നു. പക്ഷെ നേരെ ആകർഷകമായി സംസാരിക്കാൻ കഴിയാത്ത വിക്കി അല്ലെങ്കിൽ അത് ഇങ്ങനെ സംസാരിക്കാൻ ഇങ്ങനെ അതായത് ക്ലിയർ ആയിട്ട് സംസാരിക്കാൻ കഴിയാത്ത ചോദ്യമായിരുന്നു സക്സസ്ഫുൾ ആയിട്ട് വന്നത്. ഈ ചെറിയ സ്കെയിലൊക്കെ ചില ആളുകൾ ഉടായ്പായിട്ട് കാണിക്കുന്നതല്ല, ചില ആളുകൾ ആത്മാക്കൾ ബിസിനസ് ചെയ്യുന്നുണ്ട്. അവർക്ക് ആ ചെറിയ സ്കെയിലിൽ ലോക്കൽ സൊല്യൂഷൻ അറിയപ്പെടും. വലിയ സക്സസ്ഫുൾ ആവാന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ മനോഹരമായിട്ട് സംസാരിക്കാൻ കഴിയണം. ജസ്റ്റ് ഇത് വഴുവനാണ് പ്ലാൻ ഉണ്ടെങ്കിൽ ഇതിൽ പലന്തെങ്കിലും അറ്റാലിക്ക ഇങ്ങനെ പറയുന്നത് കഴിഞ്ഞാൽ അടിപൊളി. ഭൂമിയുടെ നോർത്ത് പോൾ മുകളിൽ തന്നെ കോഴ്സാണ് നിൽക്കുന്നു എന്നാണ് ഞാൻ ധരിച്ചത്. ശരി തന്നെയല്ലേ? അതായത് നോർത്ത് പോളിൽ മുകളിൽ നിൽക്കുന്ന സ്റ്റാറിനെയാണ് നമ്മൾ കോഴ്സാണെന്ന് വിളിക്കുന്നത്. കോഴ്സാണ് സ്റ്റാർ ആവുന്നത്. കോഴ്സാന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ വില്ലറ്റ് ഓഫീസർ പറഞ്ഞുള്ള പോസ്റ്റാണ്. അവിടെ വരുന്ന ആളാരാണ് അയാളാണെങ്കിലേ ഉള്ളൂ. അല്ലാതെ വിദ്യാഭ്യാസമല്ല. അതുപോലെ തന്നെ ഈ ഭൂമിയുടെ അച്ഛനെ നിൽക്കുമ്പോൾ അച്ഛന് നേരെ മുകളിൽ ഏത് നക്ഷത്രം വന്നാലും ഇത് ഭൂമി തിരിയുമ്പോൾ അത് തിരിയത്തില്ല. അത് ആദ്യം നേരെയാണ് നിൽക്കുന്നത്. അത് കടന്നാലും സ്ഥിരമായിട്ട് നിൽക്കുന്നത് കൊണ്ട് തോന്നും. ആ നക്ഷത്രത്തെ നമ്മൾ പ്രോത്സാഹനം. അപ്പൊ അച്ഛൻ തിരിഞ്ഞ് വേറെ ചാർന്ന് നേരെ പോയി കഴിഞ്ഞാൽ അതാണ് ഫലമായി വന്ന പുതിയ ട്രാൻസ്ഫറായി വന്ന പുതിയ പ്രോത്സാഹനം. അപ്പോൾ തന്നെ മനസ്സിലാകും. പക്ഷേ നമ്മൾ ഇപ്പോൾ പ്രോത്സാഹനം വരുന്ന ധ്രുവ നക്ഷത്രം വരുന്ന പൊളാരിറ്റിയിലേക്ക് എക്സാക്ട്ലി നമ്മുടെ ആക്സിന് മുകളിലല്ല നിൽക്കുന്നത്. അവിടെ വലിയ ടെലിസ്കോപ്പിലൂടെ നമുക്ക് നിരീക്ഷിക്കുന്നുണ്ടെങ്കിൽ അതും ചെറുതായിട്ട് കാണുന്നു. പക്ഷെ പ്രാക്ടിക്കലി ഒരു കണ്ണിന് കാണാൻ കഴിയാത്തതിനേക്കാൾ ചെറിയ ആൾക്കായിരിക്കും വരും. ഐരത്താവ് മുൻ ചേർന്നാലും പുസ്തക വിമാനവും താരത്തെ അടുത്തായി. എനിക്കത് കേട്ടപ്പോ ഐരത്താവ് മുൻ ചേർന്നാൽ ഒരു ഹോട്ടലിൽ ചെന്നിട്ട് ഒരു വെള്ള താടിയുള്ള ഒരാളുണ്ട് അതൊക്കെ ഇതൊരു ഭാരതണ്ണ എന്ന് പറയുന്നവരാണ് എനിക്ക് തോന്നിയത്. അതിനപ്പുറത്തേക്ക് ഒന്നും എനിക്ക് തോന്നിയില്ല. അദ്ദേഹം അതൊക്കെ വിശ്വസിച്ചിട്ട് പറയുന്നതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതൊക്കെ അതായത് ഇതിലും വലിയ ഒരുപാട് അബദ്ധം കാണുന്നത് ഒരുപക്ഷെ അവരുടെ ശാസ്ത്രത്തിലൊക്കെ കൊന്നു നടക്കുന്നുണ്ടാവും. ഈ പറയുന്നതെന്ന് ചോദിച്ചിട്ട് അവങ്ങനെ പണ്ടൊരാൾ ഇന്റർ ഗാലക്ടിക് സ്പേസ് ഫ്ലൈറ്റിനെ കുറിച്ചാണ് വേറെ വിമാനം പറത്തി വേറെ ഗാലക്സിയിലേക്ക് പോകാൻ പറ്റും. അതൊരു പൈലറ്റ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പ്രിൻസിപ്പലായിട്ടുള്ള ഒരാളോ അയാൾ അറിയാൻ പറ്റുന്നല്ല വിമാനം വായുവിലെ പറത്തുന്നു. പക്ഷെ അപ്പം വേറെ താല്പര്യം അതായത് നമ്മൾ എന്ത് പറയാം അവരായി ഗാലക്സികൾ തമ്മിൽ അകന്ന് നേരത്തെ പറഞ്ഞു ചോദ്യങ്ങളെല്ലാം കഴിഞ്ഞു എന്നാണ്. ഈ ഒരു ചോദ്യം മാറ്റിയിട്ട് മീൻസ് സെയിം ഓരോ സ്വഭാവത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത് ഗ്രഹങ്ങളെല്ലാം ഒരേ പ്ലെയിനിലാണ് എന്തുകൊണ്ടാണ് സംഭവിച്ചത്. ചെറിയ ഗ്യാസ് ബുദ്ധിമുട്ടാണ്. കാരണം ഈ നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും വേറെ വേറെയാണ്. നമ്മൾ സൂര്യനെ അച്ഛനെന്നും ഗ്രഹങ്ങളിലെ മക്കളൊന്നും വിശേഷിപ്പിക്കുന്നത് ശരിയും അല്ല, അത് ശരിയാണ്. കാരണം ഈ ഗ്രഹങ്ങളും സൂര്യൻ ഒരുമിച്ചാണ്. സൂര്യൻ ഉണ്ടായിരുന്ന വിശ്വസിച്ച് ഗ്രഹങ്ങൾ ഉണ്ടാവില്ല. ഇവയെല്ലാം ഒറ്റ നെബുല എന്ന് പറഞ്ഞ വലിയ വാതകങ്ങൾ കറങ്ങിക്കൊണ്ട് രൂപം ചെയ്യുന്നുണ്ടായിരുന്നില്ല. ആ കറങ്ങുന്നതിനൊക്കെ കൺസർവേഷൻ ആംഗുലർ മൊമെന്റം കറങ്ങിക്കൊണ്ടായിരിക്കും. ആ കറക്കത്തിന്റെ ഇഫക്റ്റായിട്ട് പതിയെ ഇവരെല്ലാം ഒരേ ഡിസ്റ്റിലേക്ക് വരും. മുകളിലേക്ക് സാധനങ്ങളെല്ലാം ഗ്രാഹ്യത്തിൽ താഴേക്ക് കഴിക്കാൻ ശ്രമിക്കും എന്നുള്ളതുകൊണ്ട് ഈ ഗ്രഹ രൂപീകരണത്തിന്റെ ഫിസിക്സ് നമ്മൾ പറയുന്നത് ഇതൊക്കെ എപ്പോഴും ബ്ലാക്ക് ആയിട്ട് ഉണ്ടാക്കാൻ കഴിയുന്നതാണ്. ഇപ്പൊ ഇങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് ഒന്നിലധികം നക്ഷത്രങ്ങൾ ഉണ്ടാകാം. ഇപ്പൊ ഇന്നലെ ഒരു പുതിയ സംഗതി വന്നിട്ടുണ്ട്. ഒരു ഗ്രഹം നമ്മൾ പുതിയത് കാണാം. നാസയുടെ ടെസ്റ്റ് എന്നൊരു മിഷൻ TES ട്രാൻസിറ്റിംഗ് എക്സോസോളർ സർവേ ടെസ്റ്റ് അവരൊരു പുതിയ കണ്ടെത്തൽ വന്നിട്ടുണ്ട്. 3 നക്ഷത്രങ്ങൾ ഉള്ള പ്ലാനറ്റ്. അതായത് ആ പ്ലാനറ്റിൽ നോക്കി കഴിഞ്ഞാൽ ആകാശത്ത് 3 സൂര്യന്മാരുണ്ട്. ഭയങ്കര രസമായിരുന്നു. നമുക്കിപ്പോ പകൽ മാത്രമേ ഡ്യൂട്ടി ഉള്ളൂ. രാത്രി നൈറ്റ് ഡ്യൂട്ടി അപ്പൊ അതുകൊണ്ടാണ് ഒന്നിലധികം നക്ഷത്രങ്ങൾ ഉണ്ടാകാം. ഗ്രഹങ്ങളെ കുറിച്ച് ഒരുപാട് നക്ഷത്രങ്ങളെ കുറിച്ച് ഒരുപാട് ഗ്രഹങ്ങൾ ഉണ്ടാകാം. പക്ഷെ ഉണ്ടാകുമ്പോൾ അവരുടെ രൂപീകരണത്തിന്റെ ഒരു ഭൗതികം നോക്കുമ്പോൾ അവർക്ക് എപ്പോഴും ഒരു പരന്ന പ്രവൃത്തി ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് ഈ രാശിചക്രം എന്നുള്ള ഒരു ബാൻഡിൽ തന്നെ എല്ലാ ഗ്രഹങ്ങളെയും നമുക്ക് കാണാൻ സാധിക്കും. അത് വെളിയിൽ നമുക്ക് എല്ലാം കാണാൻ സാധിക്കും. ഇതോടുകൂടി എല്ലാ ചോദ്യങ്ങളും അവസാനിച്ചു എന്നാണ് കരുതുന്നത്. 1:45 തുടങ്ങി 3:45 2 മണിക്കൂർ പ്രോഗ്രാം. ക്ഷമയോടുകൂടി കേൾക്കുന്ന എല്ലാവർക്കും നന്ദി പറഞ്ഞത് കേൾക്കുന്നു. ഇത് നോക്കി അമേരിക്കയിലെ ഇതേ പത്രസംഘത്തെ പറഞ്ഞിട്ടുണ്ട്. പുള്ളി പറഞ്ഞ കാര്യങ്ങൾ പറയാതെയും പറയാത്ത കാര്യങ്ങൾ പറഞ്ഞു എന്ന് പറയുന്നതാണ് അദ്ദേഹത്തിന് ഇപ്പൊ വേണ്ടടിക്കുന്നത്. ജി സുരേഷ്കുമാറിനെ വിമർശിച്ചുകൊണ്ട് ആന്റണി പെരുമാൾ ഇങ്ങനെ സംസാരിക്കുമ്പോൾ മലയാളത്തിൽ ഒരു പത്രം നടക്കുന്നില്ല. അതിന് സപ്പോർട്ട് ചെയ്തത് കണ്ടു
സംസാരിച്ചത് സാരങ്ങൾക്ക് പോകുന്ന രീതിയിൽ കാര്യങ്ങൾ കൊണ്ടുപോയിട്ടുണ്ട്. ഉദാഹരണമായിട്ട് ആയിരത്തി വിളർത്തി വ്യക്തി ഉണ്ടാക്കിയത് ഒറ്റ രാത്രിയിൽ വിളർത്തി അതൊക്കെ സാധ്യമാണ് ഇപ്പോഴും. അങ്ങനെയാണെങ്കിൽ ആന്റണി പെരുമ്പാവൂരിന്റെ ഈ വരവ് അത് തുടക്കം മാത്രം കൊണ്ട് കരുതേണ്ടി വരും. ആന്റണി പെരുമ്പാവൂരിനെ നിങ്ങൾ അച്ചടക്ക നടപടിക്ക് വിധേയനാക്കുന്നു. അദ്ദേഹം ഇത്രയും കാര്യങ്ങൾ നമുക്ക് കൊടുത്തത് നമുക്കെതിരെയാണല്ലോ, നിങ്ങളുടെ തീരുമാനത്തിനെതിരെയാണല്ലോ. ആന്റണി പെരുമ്പാവൂർ ഞങ്ങളുടെ വൈസ് പ്രസിഡന്റ്, അതായത് അദ്ദേഹം പറഞ്ഞൊരു കാര്യം ആദ്യമേ അദ്ദേഹം പറഞ്ഞ കാര്യത്തിൽ അദ്ദേഹത്തിന് സംഘടനയുടെ ഈ കാര്യങ്ങളെക്കുറിച്ച് അറിയാമെന്നുള്ള വ്യക്തമായിട്ടൊരു ഇതാണ്. ആന്റണി ജോസഫ് എന്തുകൊണ്ട് പറഞ്ഞില്ല പ്രസിഡന്റ് അതിന് ഞങ്ങൾ അദ്ദേഹത്തിന്റെ വിയോജിപ്പായിട്ട് മൗനം സമ്മതമാണെന്ന് ഞാൻ കേട്ടിട്ടുള്ളത്. അതാണ് നമ്മുടെ അറിവ്. അപ്പൊ വിയോജിപ്പാകാം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അത് അങ്ങനെ വഴിതിരിച്ചാണ് ആന്റണി ജോസഫ് എന്ന് പറയുന്ന നിർമ്മാതാവ് കഴിഞ്ഞ 6 മാസമായിട്ട് കുറച്ച് കാലമായിട്ടും പുള്ളിയുടെ സിനിമ ചെയ്യുന്നത് അദ്ദേഹം ഒഫീഷ്യലി ലീഗ് എഴുതി തന്നിട്ടുണ്ട്. ഇത് റെക്കോർഡിക്കലാണ്. അപ്പോൾ ആ ഒരു പ്രസിഡന്റിന്റെ ഭാഗത്ത് വൈസ് പ്രസിഡന്റാണ് ആ സ്ഥാനത്തിരിക്കുക. അത് മഹിളാ പ്രകാരം ഞങ്ങളുടെ